ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും സുഖമല്ലേ? ദീപാവലിയൊക്കെ എല്ലാവരും എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു? എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയോ? ഞാനിവിടെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കണമെന്ന് ആക്കണമെന്ന് വിചാരിച്ചതാണ്. മാലാടുമൊക്കെ ഞാൻ ഇതിന് മുന്നേയൊക്കെ ആക്കിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ ആക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ദീപാവലി എനിക്ക് വയ്യാണ്ടായി. പനിയല്ല, എനിക്ക് ഭയങ്കര തലവേദനയും സൈനസ് ആണെന്നാണ് തോന്നുന്നത്. കുനിയുമ്പോഴൊക്കെ ഭയങ്കര വേദന, തലയുടെ ബാക്ക്, ചെവി. അയ്യോ, ഇനി 3-4 ദിവസം ഞാൻ കണ്ണ് ഉറക്കാൻ പറ്റില്ല കേട്ടോ. ഈ മെഡിസിൻ, അതായത് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒന്ന് എണീറ്റ് നടക്കണത്. നടക്കുമ്പോഴൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു. ചെവിയിലൊക്കെ കുത്തി പുളയ്ക്കുന്ന പോലത്തെ വേദന. അങ്ങനെ ദീപാവലി കുളമൊന്നും ആയില്ല. പക്ഷേ എന്താണ്, നമുക്ക് സ്വീറ്റ്സ് ഒന്നും ഞാൻ റെഡിയാക്കി കാണിക്കണം, നിങ്ങളെയും കൂടിയൊക്കെ കാണിക്കണം, ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. അതൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ്, അപ്പോൾ ഇന്ന് എനിക്ക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു ഉഷാറൊന്നും ഇല്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചു. അങ്ങനെ പിന്നെ അടുക്കളയിൽ ഇന്നൊരു കല്യാണമല്ല, എൻഗേജ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അങ്ങനെ പിന്നെ വന്നിട്ട് വീടൊക്കെ അലങ്കോലമായിട്ട് കിടക്കണം. നമ്മൾ 3 ദിവസം ഒരു ദിവസം കിടന്നാൽ മതി കേട്ടോ. നമ്മളെ വീടിൻ്റെ കോലം അങ്ങ് കുളമാവും കേട്ടോ. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എല്ലാം കുളമായിട്ട് കിടക്കുമ്പോഴേ പിന്നെ പെട്ടെന്ന് തന്നെ നന്ദുകുട്ടിക്കും പനി വന്നു കേട്ടോ. തലേ ദിവസം തൊണ്ടവേദന വന്ന് പിന്നീട് അവനും പനിയായി. അപ്പം വീടൊക്കെ അങ്ങ് ഭയങ്കര കുളം. കുഞ്ഞുങ്ങളാണെങ്കിൽ എടുത്ത സാധനങ്ങളൊന്നും തിരിച്ചു കൊണ്ടുവയ്ക്കില്ല. ചായ എനിക്കിത് കാണും തോറും എനിക്കൊരു ഒരു ബുദ്ധിമുട്ട്, അയ്യോ ഇങ്ങനെയല്ലേ എന്ന്. പിന്നെ ഞാൻ കുറച്ച് ആവി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആവി പിടിക്കുമ്പോൾ ആ സമയത്ത് കുറച്ച് ആശ്വാസം. പക്ഷെ ആവി പിടിച്ച ശേഷം പിന്നീട് എനിക്ക് ഭയങ്കര ചെവി വേദന. ചെവിയും തലയുടെ ബാക്കും ആ സൈഡാണ് കേട്ടോ ഭയങ്കര വേദന. ഇപ്പോൾ അലർജി ഡോക്ടറിനെയാണ് കാണിച്ചത്. ഞാൻ വെച്ചാൽ തുമ്മൽ പോലെ എനിക്ക് വന്നായിരുന്നേ. പിന്നെ ഈ കഫം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് അലർജിയുടെ വല്ലതും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പം ഡോക്ടർ പറയണത് ഇനിയിപ്പോൾ 7 ദിവസം ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ENT കാണിക്കണം എന്നാണ്. എന്തായാലും നല്ലൊരു പണി കിട്ടി കേട്ടോ. ഭയങ്കര വേദന, സഹിക്കാൻ പറ്റും. എനിക്ക് നടക്കാനും പോലും പറ്റുന്നില്ല. നടക്കുമ്പോൾ എനിക്ക് തലവേദന, ബാക്കും ഈ കുത്തിയിട്ടൊക്കെ ഭയങ്കര വേദനയിൽ അതുപോലെ. പിന്നെ ഞാനിന്ന് കുറച്ചൊന്ന് കുറവായതുകൊണ്ട് ഞാൻ വെച്ചിരുന്നൊരു കറിയാക്കാമെന്ന്. കോളിഫ്ലവർ കുറച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എന്നിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ കെറ്റിലിൽ തന്നെ വെള്ളം തിളപ്പിച്ച് എന്നിട്ട് അതിങ്ങനെ ഒഴിച്ച് വയ്ക്കണം. നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ അത് ഒഴിച്ച് വെക്കുമ്പോൾ അതിലുള്ള ഇതൊക്കെ പോകും എന്നാണ് പറയണത്, മഞ്ഞപ്പൊടിയിൽ. ശേഷം നമ്മളൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കടുകിട്ട് നമ്മൾ പിന്നെ സവോള അരിഞ്ഞ് സവോള അരിഞ്ഞിടണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് ഞാൻ ഇഞ്ചി മാത്രമേ ഇട്ടുള്ളൂ എന്ന് തോന്നിയിട്ട് വെളുത്തുള്ളി എടുക്കാൻ പറ്റിയില്ല. ഈ മാത്രം ഇട്ട് വച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെയും വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. നമുക്കറി നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല മറ്റേ തൊണ്ടൻ മുളകിൽ നല്ല മണമാണ് കേട്ടോ. ഈ തൊണ്ടൻമുളക് ഇടുമ്പോൾ നിങ്ങൾ ഇടണം കേട്ടോ. ഞാൻ പിന്നെ തൊണ്ടൻ മുളകും ഇട്ട് നീളമുള്ളൊരു മുളകും പിന്നെ ഉരുളക്കിഴങ്ങ്. കുക്കർ ഒരു പണി വന്നത് കാരണം എനിക്ക് പറ്റുന്നില്ല കേട്ടോ. കുഞ്ഞു കുക്കർ എൻ്റെ വാഷിൽ പോയി. എനിക്കിതൊരിക്കും മാറ്റാൻ പറ്റിയില്ല കേട്ടോ. അതിന് ശരിയാക്കാൻ കൊടുത്തു വിടണം. അപ്പം അല്ലെങ്കിൽ ഈ ഉരുളക്കിഴങ്ങും അതൊക്കെ അതിലൊന്ന് വേവിച്ച് പെട്ടെന്ന് റെഡിയാകും, കറി ഈസിയായിട്ട് റെഡിയാകും. പക്ഷേ അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടുള്ള പ്രശ്നം. അതിൻ്റെ വലിയ കുക്കർ എടുത്ത് വെക്കാൻ വൈകിട്ടൊരു ഭയങ്കര വലിപ്പം. അതിന് കഴുകിയെടുക്കാൻ തന്നെ ഭയങ്കര പാടാണ് കറി വെച്ചതിന് ശേഷം. പിന്നെ നമ്മൾ ദോശയാണ് ആക്കണം, നല്ല ദോശയും കറിയും. കറി ഇപ്പം തന്നെ പെട്ടെന്നായി കേട്ടോ. ഭാഗ്യത്തിന് നമ്മൾ അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചതുകൊണ്ട് പെട്ടെന്നായി. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഗരം മസാല, ചിക്കൻ മസാല വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ചിക്കൻ മസാല ഇട്ടില്ല, നമ്മൾ ഒതൻറ്റിക് സ്റ്റൈലിൽ തന്നെ വെച്ച് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ നമ്മൾ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നേ, ബീൻസ് എന്നല്ലേ എൻ്റെ പേര് ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കിടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പേരുകളൊക്കെ അങ്ങ് വിട്ടു പോകും കേട്ടോ. അപ്പോൾ കോളിഫ്ലവറും ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കണേ. അടച്ച് വെച്ചിട്ട് അപ്പോൾ തന്നെ വെന്തു. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം കെറ്റിലെല്ലാം ഒഴിച്ച് വെച്ച് എന്നിട്ടിത് നന്നായിട്ട് വേകുമ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ശകലം ഗരം മസാലയും കൂടി ആഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ എടുത്തില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ആവി പിടിച്ചതിന് ശേഷം ഭയങ്കര തലവേദന. അപ്പം ഈ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടല്ലോ അത് കഴിക്കാം. പിന്നെ എടുത്ത് ഡോളോയും കൂടി കഴിക്കാൻ പറഞ്ഞായിരുന്നു ഡോക്ടർ. അപ്പോൾ ആ ഡോളോയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് 2 ദോശ കഴിക്കട്ടെ, ബാക്കി പിന്നീട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തലവേദന കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞാനൊരു 2 ദോശ കഴിച്ച്. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കണം എന്നുള്ളതുകൊണ്ട്. പിന്നെ എന്തിനും ഞാൻ പെട്ടെന്ന് മരുന്നെല്ലാം സ്പീഡ് കഴിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചൊന്നൊരു ആശ്വാസമായി.
ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. ഇന്ന് മോനും നന്ദുക്കുട്ടിയും നല്ല ഉറക്കമാണ്. നന്ദുവിന് ഞാൻ പറഞ്ഞില്ലേ പനിയായിരുന്നു, അപ്പോൾ അവന് മരുന്ന് കൊടുത്തു, ഗുളിക ഇന്നലെ കൊടുത്തതുകൊണ്ട് അവന് ഇത്തിരി കുറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ സാരി പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ മേളിലോട്ട്. ഈ സാരിയാണ് ഉടുക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് പൊതുവേ മറ്റേ ലൂസ് സാരിയില്ലേ അതൊക്കെ എനിക്ക് നന്നായിട്ട് ഉടുക്കാൻ പറ്റും, പക്ഷേ ഇങ്ങനത്തെ സാരി എനിക്ക് ഭയങ്കര പാടാണ്. പൊതുവേ സാരി ഞാൻ അങ്ങനെ ഉടുക്കാറില്ല. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഉടുക്കാൻ അത്ര അറിഞ്ഞുകൂടാ. അതിൽ കംഫർട്ട് ചുരിദാറൊക്കെ അല്ലേ നമുക്ക് പൊതുവേ, അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. ഇത് ഉടുക്കാൻ അറിയാവുന്നവർക്ക് ഈസി, അറിയാത്തവർക്ക് പാട് കേട്ടോ. ഏതൊരു സിനിമയിലെ ഡയലോഗ് ഇതുപോലെ ഉണ്ട് കേട്ടോ. എനിക്കതാണ് ഓർമ്മ വന്നത്. ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട് കേട്ടോ, പിന്നെ വയ്യാത്തതും കൂടി കൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഉടുത്ത് കേട്ടോ, അത്രയൊന്നും ശരിയായാലും ഞാൻ എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ കുത്തി വെച്ച് കേട്ടോ. അങ്ങനെ ഒരുവിധം സാരിയൊക്കെ ഉടുത്ത് അപ്പം ഇനി സമയത്ത് നമുക്ക് റെഡിയായി പോകണം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നേരെ എത്തി, അല്ലെങ്കിൽ നമ്മൾ താമസിക്കട്ടെ, ഇത് കുറച്ച് സ്പീഡ് ഇറങ്ങി, അല്ലെങ്കിൽ എപ്പോഴും താമസിക്കണമുണ്ടേ. പിന്നെ നമ്മൾ മണ്ഡപത്തിലെത്തി കേട്ടോ. പൊതുവേ നമ്മൾ ലേറ്റ് ആവും കേട്ടോ, പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ വരാൻ പറ്റിയ നല്ലൊരു ഫംഗ്ഷനായിരുന്നേ. കുറേ നാൾക്ക് ശേഷം പാട്ടും ഡാൻസും ഒക്കെ കേട്ടപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്തും ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആസ്വദിച്ചായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചതാണ് ഞാൻ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, അതൊക്കെ നല്ല രസമായിരുന്നു. ശേഷം നമ്മൾ നല്ല വൈബായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോയേ. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നേ. മോന് വന്ന പാടെ ഉണ്ണിയപ്പം കഴിച്ചു, അവന് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. ഞാൻ പക്ഷേ കഴിച്ചില്ല ബുദ്ധിപരമായിട്ട്, കാരണം ഞാനിത് ഉണ്ണിയപ്പം കഴിച്ചാൽ എനിക്ക് പിന്നെ സദ്യ കഴിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. അപ്പോൾ പരിപ്പും പപ്പടവും അവിയലെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കറികളും എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതൊരു സങ്കടമായിപ്പോയി കേട്ടോ. ഈ ഇതൊക്കെ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത് കണ്ടപ്പോഴാണ് അയ്യോ ഈ കറി കഴിച്ചില്ലല്ലോ എന്ന് തോന്നി കേട്ടോ. ഇത് കണ്ടപ്പോൾ ഒന്നും കൂടി കഴിക്കാൻ തോന്നി കേട്ടോ എനിക്ക്. നല്ല ടേസ്റ്റ് സദ്യയായിരുന്നു, എല്ലാ പായസവും സൂപ്പറായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.